പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകനും കലാസാഹിത്യമൊഴിച്ച് സർവ്വവിഷയങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച പ്രധാന അധ്യാപകനും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഡൈനാമിക്സ് പഠിപ്പിച്ച അധ്യാപകനും ഒക്കെ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ഒരു സദസ്സിൽ സംസാരിക്കേണ്ടി വരുമ്പോഴുള്ള ഒരു സന്ത്രാസത്തിലാണ് ഞാൻ. നേരത്തെ അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ പറയുകയുണ്ടായി, 80കളിൽ വൈപ്പിനിൽ നടന്ന ഒരു സെമിനാറിൽ ഇന്ത്യൻ ബൂർഷ്വാസിയുടെ ബൈബിൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിരുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ ബൂർഷ്വാസി എന്നല്ല അന്ന് പറഞ്ഞിരുന്നത്, ഇന്ത്യയിലെ ദല്ലാൽ ബൂർഷ്വാസിയുടെ ബൈബിൾ എന്നാണ് കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. കാലങ്ങൾ പോകെ ആ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചർച്ചകളും സെമിനാറുകളും ഒരുപക്ഷെ സമരങ്ങളും ഒക്കെ നടത്തേണ്ടി വരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. 80കളിൽ ഒരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത്. അത് ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാത്രം മനസ്സിലാക്കുന്ന ചില സംഗതികളാണ്. അതോടൊപ്പം തന്നെ അന്ന് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പഠിച്ചുറപ്പിച്ച പാഠങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ബൂർഷ്വാസിയുടെ ബൈബിൾ തന്നെയാണ്. ആ പാഠമാണ് 80കളിൽ ഞങ്ങളുടെ തലമുറ മറ്റുള്ള ആളുകളോടും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഇവിടെ ഫോറം ഫോർ ഡെമോക്രസിയെ പ്രതികരിച്ച് സംസാരിച്ച ശ്രീ കെ വേണു ജനാധിപത്യത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വ്യതിയാനവും ഉണ്ടായി വരുന്നത്. ഇവിടെ നമുക്കറിയാം, ഫോറം ഫോർ ഡെമോക്രസിയുടെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചർച്ചാ സമ്മേളനത്തിനും അവർ നിയമത്തെക്കുറിച്ച് സംസാരിക്കട്ടെ, നമുക്ക് നീതിയെക്കുറിച്ച് പറയാം. സ്വാഭാവികമായും ഈ വാക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരാശയം നിയമബാഹ്യമായി എന്തോ ഒരു നീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യം ഈ വാക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്, എത്രമാത്രം കുടഞ്ഞു കളയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് ഭരണകൂടത്തെക്കുറിച്ചോ ഒക്കെയുള്ള ലെനിനിസ്റ്റ് സങ്കല്പങ്ങൾ വളരെ ആഴത്തിൽ കേരളീയ പൗര സമൂഹത്തിൻ്റെ അന്തർഗതമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്, അനുഭവ പത്രമാണ്. അവർ നിയമത്തെക്കുറിച്ച് സംസാരിക്കട്ടെ, നമുക്ക് നീതിയെക്കുറിച്ച് പറയാം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ അടർന്നു വീഴുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 1950 ആന്ധ്രയിലെ ബോട്ട് ക്ലബ്ബ് മൈതാനിയിൽ പത്രപ്രവർത്തകരെ അഭിമുഖീകരിക്കുമ്പോൾ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മൊറാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ മൊറാലിറ്റിയെക്കുറിച്ച് 1950 ആഗസ്റ്റ് മാസം 24-ാം തീയതി ആന്ധ്രയിൽ പത്രപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അംബേദ്കർ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ മൊറാലിറ്റിയെക്കുറിച്ച് ഇന്ത്യയിലെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ എന്ന് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് അദ്ദേഹം
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ അധ്യായമാണ്. ആ 3-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ വകുപ്പിനെ മുൻനിർത്തി പ്രധാനമായും ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1990 ജസ്റ്റിസ് പരിപൂർണൻ്റെ ഹൈക്കോടതി വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ 12 വർഷക്കാലം, ഒരു വ്യാഴവട്ടക്കാലം നടന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അതിൻ്റെ അന്തിമ വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷേ കേരളീയർ ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ടി.എൻ. ശേഷൻ എന്ന് പറയുന്ന ആൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകൾ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലല്ലെങ്കിൽ പോലും കേരളത്തിൽ ഏറ്റവും പ്രബുദ്ധമായ രാഷ്ട്രീയ സാക്ഷരതയിൽ വളരെ മുന്നിലാണെന്നൊക്കെ അവകാശപ്പെടുന്ന മലയാളികൾ പോലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. നമുക്കറിയാം, കേരളത്തിലെ യുക്തിവാദി സംഘടനകൾ പോലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സെമിനാറുകളും സിമ്പോസിയങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സുപ്രീം കോടതിയുടെ ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം തെറ്റല്ല എന്ന് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നേരത്തെ ആശ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജെൻഡർ എന്ന വാക്കില്ല എന്ന പരാതിയാണ്. സ്വാഭാവികമായും ജെൻഡർ എന്ന് പറയുന്ന പ്രയോഗം അന്ന് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവഹാരങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. ജെൻഡർ എന്ന വാക്ക് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവഹാരങ്ങളിൽ അന്ന് രൂപപ്പെട്ടിട്ടില്ല. സെക്സ് എന്നാണ്. ഈ അടുത്ത കാലം വരെയും സർക്കാരിന് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ ഫോം പൂരിപ്പിക്കേണ്ടി വരുമ്പോൾ സെക്സ് എന്ന് തന്നെയാണ് പ്രയോഗിച്ചിരുന്നത്. ഞാൻ പറയുന്നത് ഈ 14-ാമത്തെ ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 16 ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ലിംഗം എന്ന് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആ ലിംഗം എന്ന് അന്ന് ഇംഗ്ലീഷിൽ സെക്സ് എന്നാണ് പറഞ്ഞിരുന്നത്, ജെൻഡർ എന്ന് ആയിരുന്നില്ല. നമുക്കറിയാം, സാർവദേശീയ തലത്തിൽ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുടെ മുൻകൈയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ജെൻഡർ എന്ന വാക്ക് പ്രചാരം നേടുന്നത്. അതിനു മുമ്പ് വരെ ഒരു സർക്കാർ പ്രയോഗം എന്ന നിലയിൽ സെക്സ് എന്ന നിലക്കാണ് വരുന്നത്. നമുക്കറിയാം, ലോകത്തെങ്ങുമുള്ള ഭരണഘടനയിൽ സെക്സ് എന്ന് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ജെൻഡർ എന്നല്ല പ്രയോഗിച്ചിരിക്കുന്നത്. സെക്സ് അത് ഭരണഘടനയുടെ ഒരു പരാധീനതയോ ആ ഭരണഘടന തയ്യാറാക്കിയ ആളുകളുടെ പുരുഷ മേധാവിത്വപരമായ സങ്കല്പങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രയോഗമേ അല്ല. അത് ആശവല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഞാൻ പറയുന്നത്, ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ അക്കാലത്ത് സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങളുമായി അല്ലെങ്കിൽ അതിൻ്റെ ആശയാവലികളുമായി ഗാഢമായ സമ്പർക്കം പുലർത്തുകയും ബോംബെയിലെ അടക്കം സെക്സ് വർക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന, ഇന്ന് സെക്സ് വർക്കേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, മുമ്പ് സെക്സ് വർക്കേഴ്സ് എന്നല്ല പറഞ്ഞിരുന്നത്. അതല്ലെങ്കിൽ നേരത്തെ വികലാംഗർ എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇന്ന് വികലാംഗർ എന്നല്ല പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷം എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നേരത്തെ ലൈംഗിക ന്യൂനപക്ഷം എന്നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സാമൂഹ്യ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയതായി മനുഷ്യ സമൂഹം ആർജിക്കുന്ന പദം കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ടുള്ള പദപ്രയോഗങ്ങളിലേക്ക് സമൂഹം വികസിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഭാഷാപരമായ നവീകരണം പോലും ഉണ്ടാകുന്നത്. നേരത്തെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് KV ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അന്ന് ഫ്രഞ്ച് എന്ന് പറയുന്ന ഭാഷ ഈ പറയുന്ന ഫ്രാൻസിലെ മുഴുവൻ വിഭാഗങ്ങളെയും ക്രോഡീകരിക്കുന്ന, ഭാഷാദേശീയതയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രോഡീകരിക്കാൻ കഴിയുന്ന ഒരു ഭാഷയേ ആയിരുന്നില്ല. പാരീസുകാർ സംസാരിച്ചിരുന്ന ഫ്രഞ്ചാണ് പിന്നീട് ഫ്രാൻസിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് വികസിച്ചു വരുന്നത്. ഫ്രാൻസിലുണ്ടായിരുന്ന ഫ്രഞ്ച് മുഴുവൻ ആളുകളെയും പരസ്പരം ഏകീകരിക്കാൻ കഴിയുന്ന, ക്രോഡീകരിക്കാൻ കഴിയുന്ന ഒരു പൊതുഭാഷയായിട്ട് വികസിക്കേണ്ടതായിട്ടില്ല. ഭാഷാശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ ആ കാര്യം വളരെ വിശദമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ദേശീയ രാഷ്ട്ര രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോകത്തെങ്ങും ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, 16-ാം നൂറ്റാണ്ടിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ലാറ്റിൻ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ പരിശോധിച്ച് അതിനുശേഷം ജ്ഞാനോദയത്തിന് ശേഷം ഏതാണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് കാര്യമായി നമ്മൾ ഈ പറയുന്ന ഭരണഘടനാ നിയമങ്ങളെക്കുറിച്ച് കൊണ്ടുള്ള സങ്കല്പങ്ങളൊക്കെ വികസിച്ചു വരുന്നത്.
അങ്ങനെ ഈ സങ്കല്പങ്ങളൊക്കെ വികസിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശ്രുതികളും സ്മൃതികളും ഒക്കെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിന്നിരുന്നത്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്, അല്ലെങ്കിൽ യജ്ഞവൽക്യ സ്മൃതിയാണ്, അല്ലെങ്കിൽ പരാശര സ്മൃതിയാണ്, അല്ലെങ്കിൽ നാരദ സ്മൃതിയാണ്. കേരളത്തിലാണെങ്കിൽ ശങ്കര സ്മൃതിയാണ്. ഈ സ്മൃതികളും ശ്രുതികളും ഒക്കെ നിയമം എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 16 വകുപ്പുകളിൽ പറയുന്ന രീതിയിലുള്ള നിയമങ്ങളൊന്നും ആയിരുന്നില്ല. നമുക്കറിയാം, വർണ്ണവാഹ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബ്രാഹ്മണന് ഷേവിങ്ങും, അതുപോലെ തന്നെ വർണ്ണവാഹ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദലിതന് കട്ടിങ്ങും നിശ്ചയിച്ചിരുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് വർണ്ണത്തിന് വെളിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബ്രാഹ്മണൻ പിടിക്കപ്പെട്ടാൽ അവന് ഷേവ് ചെയ്താൽ മതി, അവൻ്റെ ശിക്ഷയായി. ഈ പറയുന്ന സ്മൃതികളും ശ്രുതികളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് ഷേവിങ്ങാണ്. മറിച്ച് ദലിതനാണെങ്കിലോ അവൻ്റെ ലൈംഗിക അവയവം ഛേദിച്ച് കളയണം. ആ രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ആ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലേക്കാണ് നമുക്കറിയാം 1919 മുതൽ ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്റ്റുകൾ ഉണ്ടാവുന്നത്. 1919 ആക്ട്, അല്ലെങ്കിൽ 1935 ആക്ട്, 1943 ആക്ട്, നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നത് ഈ ശ്രുതികളുടെയും സ്മൃതികളുടെയും മുകളിലാണ്. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന 4 വിഭാഗങ്ങൾക്കും 4 തരത്തിലുള്ള നിയമവ്യവസ്ഥയുണ്ടായിരുന്നതാണ്. ഈ 4 തരത്തിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് വെളിയിൽ പാശ്ചാത്യ ആധുനികതയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും, അതോടൊപ്പം തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ ഈ പറയുന്ന ലോകത്തിലെ തന്നെ വലിയ ഭരണഘടനാ വിദഗ്ധനായി ഉയർന്നു വന്ന ബാബാ സാഹേബ് അംബേദ്കറുടെയൊക്കെ മുൻകൈയിൽ രൂപപ്പെട്ട ഒരു ഭരണഘടനയ്ക്കകത്ത് തീർച്ചയായും ഈ ശ്രുതികളിലൂടെയും സ്മൃതികളിലൂടെയും ജീവിച്ചു വന്ന ഒരു ജനസാമാന്യത്തിന് മുകളിൽ ഈ പറയുന്ന ആധുനികമായ ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ഒരു ജീവിത ക്രമം രൂപീകരിക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, ഇവിടെ ഈ സുപ്രീം കോടതി വിധി, ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി ഉണ്ടാകുമ്പോഴും ഇവിടെ കുഴിക്കാട്ട് പച്ചയാണ് പ്രധാനമെന്ന് കരുതുന്ന ആളുകളുടെ എണ്ണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. കുഴിക്കാട്ട് പച്ചയാണ് അല്ലെങ്കിൽ തന്ത്രസമുച്ചയമാണ് ഈ കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ടത് എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ്. അത് ശരിയാണ് എന്ന് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ തന്ത്രി പറയുന്നതാണ് ശരിയെന്ന് പറയുന്നു. അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KPCCയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്ത്രി പറയുന്നതാണ് ശരിയെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിലെ ജനതയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന കാര്യം നമുക്ക് വലിയ വ്യക്തമാക്കി തരുന്ന ഒരു സംഭവം വികാസമായിരുന്നു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതായിരുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ പ്രശ്നം ഉയർന്നു വരുന്നത്. നമുക്കറിയാം, അതിക്ക് മുമ്പ് 46-ാം ഭേദഗതിയിലൂടെയാണ് ഈ മറ്റു പല തരത്തിലുള്ള ഈ ഇന്ന് കാണുന്ന ഈ പ്രിയാമ്പിളിലുള്ള മനോഹരമായ വാക്കുകൾ, സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. അതേസമയത്ത് തന്നെ ഈ പറയുന്ന ഭേദഗതി നടക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചില വൈരുദ്ധ്യങ്ങളും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് 15ഉം 16ഉം വകുപ്പുകളുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോകസഭയിലും ഉണ്ടായ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഈ ലോകസഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു ബില്ലിൻ്റെ ഭരണഘടനാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഒരു ബില്ല് നിയമമായി മാറുന്നു. ആ നിയമം രാഷ്ട്രപതി ഒപ്പിടുന്നു. ഔപചാരികമായി മുന്നോക്ക സമുദായ സംവരണം, അതായത് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും എന്നുള്ള ഭരണഘടനയുടെ മൊത്തത്തിലുള്ള സമത്വ സങ്കല്പത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ സാമ്പത്തിക എന്ന് പറയുന്ന പ്രയോഗം കൂടി ഉൾച്ചേർക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഭേദഗതി ഉണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ ഈ പറയുന്ന ഭരണഘടനയുടെ ഏതാണ്ട് ഗുണഭോക്താക്കളായ
ഈ സമത്വ സങ്കല്പത്തിൻ്റെ ഗുണഭോക്താക്കളായ 85% ആളുകൾ 85% ആളുകൾ പ്രക്ഷോഭവുമായും പ്രതിഷേധവുമായും രംഗത്ത് വന്ന സന്ദർഭത്തിലാണ് ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലുണ്ടാകുന്നതും ഇന്ത്യൻ ഭരണഘടന നിലനിർത്തേണ്ടത് അടിയന്തര ആവശ്യമാണ്, അത് ഈ ജനതയുടെ ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന 85% ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദലിതരും ആദിവാസികളും പിന്നോക്കക്കാരും മതന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ആളുകളാണ്. ബാക്കി വരുന്ന വിഭാഗങ്ങൾ എപ്പോഴും അപ്പർ ക്ലാസ്സുകളാണ്, അവർ അപ്പർ കാസ്റ്റുകളാണ്. ഈ അപ്പർ കാസ്റ്റും അപ്പർ ക്ലാസ്സുമാണ് ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും, അത് സാമൂഹ്യമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും പരിശോധിച്ച് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സുപ്രീം കോടതി അടക്കമുള്ള ഇന്ത്യയിലെ നിയമ പരിപാലന വ്യവസ്ഥ സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങളടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അപ്പർ ക്ലാസ്സാണ്, അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സാണ്, അല്ലെങ്കിൽ റൂളിംഗ് കാസ്റ്റുകളാണ് ഇന്ത്യയിലെ മുഴുവൻ അധികാരവും കൈകാര്യം ചെയ്യുന്നത്. ആ വിഭാഗം വളരെ ആസൂത്രിതമായി, നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ ഹിന്ദു മഹാസഭയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ എന്ന് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദേശീയ നേതാക്കന്മാർ, ആ ദേശീയ നേതാക്കന്മാർ മനുസ്മൃതിയിൽ നിന്നും പരാശര സ്മൃതിയിൽ നിന്നും യജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നും അല്ലെങ്കിൽ നാരദ സ്മൃതിയിൽ നിന്നും ഇന്ത്യയിലെ പരമ്പരാഗതമായ നിയമവ്യവസ്ഥയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് പരിഭവം പറയുകയാണ് ഉണ്ടായത്. അംബേദ്കർ നമുക്കറിയാം യൂറോപ്യൻ ഭരണഘടനകളെ ആധാരമാക്കിയിട്ടാണ്, ചില ആളുകൾ പറയുന്നത് പോലെ യൂറോപ്യൻ ഭരണഘടനയുടെ ഫോട്ടോസ്റ്റാറ്റ് ഒന്നുമല്ല, ഇന്ത്യൻ ഭരണഘടന സൂക്ഷ്മമായി വായിച്ചാൽ നമുക്കറിയാൻ കഴിയും. നമുക്കറിയാം സൈമൺ കമ്മീഷന് മുന്നിൽ ഇന്ത്യയിലെ ദലിതർക്ക് വേണ്ടി അംബേദ്കർ സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ തുടർച്ചയിലാണ് ഇന്ത്യയിലെ ഭരണഘടനയുടെ കരട് രൂപങ്ങൾ ഉണ്ടാകുന്നത്. മറ്റു പല ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അതിവിദഗ്ധന്മാരായിട്ടുള്ള ചില ആളുകൾ ഈ പറഞ്ഞ സാധനങ്ങൾ എഴുതി തയ്യാറാക്കി പിന്നീട് ചർച്ച ചെയ്തു അതിനകത്ത് ചില വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതൊന്നുമല്ല. ഇന്ത്യയുടെ ഭരണഘടന വളരെ സൂക്ഷ്മമായി പഠിക്കുകയും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആക്റ്റുകൾ 1935 ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് അംബേദ്കർ കൈകൊണ്ട് എഴുതി കൊടുത്തതാണ്. അംബേദ്കർ കൈകൊണ്ട് എഴുതി കൊടുത്ത ആക്ട് ആ 1935 ഇന്ത്യ ആക്ട് തന്നെയാണ് ചില വകുപ്പുകൾ കൂടി കുറെ ആലങ്കാരിക പ്രയോഗങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് യൂറോപ്പിലെ മറ്റു ഭരണഘടനകളിൽ ഈ കാര്യങ്ങൾ അവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് അംബേദ്കർ അത് തയ്യാറാക്കുന്നത്. അങ്ങനെ വളരെ സൂക്ഷ്മമായി ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കറിയില്ല. അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനെ പോലെയുള്ള അഭിഭാഷകർ ഒക്കെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിയമം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴൊക്കെ ഇത് പഠിക്കുന്നുണ്ടാവാം. നമുക്കറിയാം നിയമവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന പല ആളുകളും പഠിക്കുന്നത്. മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഇന്ത്യൻ പൗര ജനതയ്ക്ക് ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കടമകളെക്കുറിച്ചോ ഒന്നും പ്രാഥമികമായിട്ടുള്ള ധാരണ പോലുമില്ല. നമുക്കറിയാം ലോകത്തെവിടെയും ഇത്തരം ഒരു ജനത ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ ഭരണഘടന, അതായത് ഒരു രാഷ്ട്രം വിഭാവന ചെയ്യുന്ന ഭരണക്രമം എന്താണ് എന്നതിനെക്കുറിച്ച് ആ രാഷ്ട്രത്തിൽ അധിവസിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അറിയാതിരിക്കുകയും ആ ആളുകളെ പരമ്പരാഗതമായ നിയമസംഹിതകൾ, നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ നീതിസാരം പോലെയുള്ള നിയമസംഹിതകൾ ഉണ്ടായിരുന്നു, നീതിസാരം പോലെയുള്ള നിയമസംഹിതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നീതിസാരത്തിനൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് ബ്രാഹ്മണ്യമാണ്. ആ ബ്രാഹ്മണ്യ നിയമ വ്യവസ്ഥയ്ക്കെതിരായിട്ട് ആധുനിക ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നത് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറാണ്. ആ ആധുനിക നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ബ്രാഹ്മണ്യ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മൾ പ്രധാനമായും തിരിച്ചറിയേണ്ടത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം അവർ ഉന്നയിച്ചിരുന്നതാണ്. അവർക്ക് അധികാരത്തിൻ്റെ ഏകപക്ഷീയമായി ബഹുഭൂരിപക്ഷമായി ജനാധിപത്യത്തിൻ്റെ സൗജന്യങ്ങൾ ഉപയോഗപ്പെടുത്തി കടന്നു വരാൻ കഴിഞ്ഞപ്പോൾ അവർ ആ ഭരണഘടന ഒന്നൊന്നായി ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്കറിയാം ഡൽഹിയുടെ മുഖ്യമന്ത്രിയുടെ കാര്യം സൂചിപ്പിക്കേണ്ടായി. കേന്ദ്രീകൃതമായ ഒരു ഭരണകൂടത്തെയാണ് അവർ വിഭാവന ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പട്ടാള ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. രാജഭരണമാണ് ഇതിലും ഭേദമെന്ന് കരുതുന്ന ആളുകളുണ്ട്. നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ABCD പോലും അറിയാത്ത മനുഷ്യർ. നമുക്കറിയാം തിരുവനന്തപുരത്തെ മഹാരാജാവ് അതിലെ എഴുന്നള്ളുമ്പോൾ മുണ്ടഴിച്ചിടുന്ന രാഷ്ട്രീയ പ്രമുഖരുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. മഹാരാജാവ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ മുണ്ടഴിച്ചിടുന്ന, അങ്ങനെ രാജഭക്തി പ്രജയായി പൗരനായി പരിവർത്തനപ്പെടാത്ത ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കുന്നതിന് ഒരു കാരണം ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ബ്രാഹ്മണ്യത്തിനെതിരെ
ഹിന്ദുത്വത്തിനെതിരെ, അതിൻ്റെ ആടയാഭരണങ്ങൾക്കെതിരെ നടത്തിയ സൈദ്ധാന്തികമായ കലാപം ഇന്ത്യൻ ജനതയിൽ നിന്നും മറച്ചു വയ്ക്കുന്നതിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒരുപോലെ കഠിനമായി പരിശ്രമിച്ചു. അതിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹം ഇന്ന് അനുഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഈ അടുത്ത് യുക്തിവാദി സംഘടന സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ അതിലെ പ്രഭാഷകൻ പറയുകയുണ്ടായി, ഭരണഘടന ഈ വീടിൻ്റെ നാഥൻ എന്ന ബോർഡ് വയ്ക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയാണ് ഈ വീടിൻ്റെ നായകൻ എന്ന് പറയാൻ. നമുക്കറിയാം, യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം, ഗുരുവായൂരപ്പനാണ്, ശ്രീനാരായണ ഗുരുവാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഇന്ത്യയിലെ കുടുംബങ്ങളുടെ നായകത്വം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ഭംഗിയായി ഇന്ത്യൻ സമൂഹത്തിൽ ജനാധിപത്യപരമായ മതേതരമായിട്ടുള്ള അവബോധം രൂപീകരിക്കപ്പെടാൻ ഇടയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, യഥാർത്ഥത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില ആളുകൾ പറയും ഭരണഘടന ചില വശം കൊള്ളാം, ചില വശമൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. CPI, CPM, CPMലുകൾ ഇവരൊന്നും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെ BJP ഭേദഗതി ചെയ്യണം, പുതിയ ഭരണഘടന ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെക്കുറിച്ചോ ദേശീയ ജനാധിപത്യ വിപ്ലവത്തെക്കുറിച്ചോ പുത്തൻ ജനാധിപത്യ വിപ്ലവത്തെക്കുറിച്ചോ ഒക്കെയുള്ള സങ്കല്പങ്ങളുള്ള ഒരു പക്ഷേ ഈ പറയുന്ന പല സംഘടനകളും ഇന്ത്യയിലെ പാർലമെൻ്ററി സംവിധാനത്തിൽ ഇടപെടുമ്പോൾ പോലും ഔപചാരികമായി ഇന്ത്യൻ ഭരണഘടനയെയോ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയോ അംഗീകരിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് തുടങ്ങണ പ്രശ്നം. അതായത് ഇന്ത്യയിൽ ഏതാണ്ട് ഈ ഭരണഘടന രൂപീകരിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ആരംഭിച്ച ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, നിയമവാഴ്ചയെ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ തന്നെ ബൂർഷാസിയുടെ ഒരു ഇടപാട് എന്ന നിലയ്ക്കുള്ള ലെനിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് 1951 മുതൽ 51 രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന, അപ്പോഴും സൗകര്യം കിട്ടിയാൽ ഇതിനെ അട്ടിമറിക്കും, ഈ ഭരണഘടന മാറ്റും എന്ന് തന്നെയാണ് അവരൊക്കെ നിഗൂഢമായി പാർട്ടി പ്രവർത്തകരെ പറഞ്ഞ് പരിശീലിപ്പിക്കുന്നത്. അടവിൻ്റെയും തന്ത്രത്തിൻ്റെയും പേരിലാണ് ഇത് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ ഹിന്ദു ധാരയിൽപ്പെട്ട സംഘടനകൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ധാരയിൽപ്പെട്ട സംഘടനകളും ഈ പറയുന്ന ഭരണഘടനയൊന്നും അംഗീകരിക്കുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. അടിസ്ഥാനപരമായി ഇന്ത്യൻ സമൂഹത്തിലെ ജനാധിപത്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, രാജാധിപത്യത്തിൽ നിന്നും പ്രജയുടെ ആധിപത്യത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തെയാണല്ലോ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്കറിയാം, അമേരിക്കൻ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. എബ്രഹാം ലിങ്കൻ അടക്കമുള്ള ആളുകൾ കറുത്തവർക്കുള്ള അവകാശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നടത്തുന്ന ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വളരെ സങ്കീർണമായ ഒരു സന്ദർഭം, അതായത് നമ്മൾ ആരും ഒരിക്കലും അംഗീകരിക്കാതിരുന്ന ഒരു ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ഭരണഘടന ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറയുന്ന ഭരണഘടന അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഹിന്ദുത്വ വർഗീയ ശക്തികൾ, ബ്രാഹ്മണ്യ ശക്തികൾ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും അട്ടിമറിച്ചിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ പോലും ഇന്ത്യൻ ജനാധിപത്യത്തെയോ ഇന്ത്യൻ ഭരണഘടനയോ അംഗീകരിച്ചിട്ടേ ഇല്ല. ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരിക്കൽ പോലും അംഗീകരിക്കാത്ത ആളുകളുടെ ഒരു തലമുറ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയിലേക്കും വരേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം ഇന്ത്യയിലെ സാമൂഹ്യ പ്രക്രിയകളെക്കുറിച്ച് വർഗഗണത്തിന് വെളിയിൽ സാമൂഹ്യ ഗണങ്ങളായി ഇന്ത്യൻ സമൂഹം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതിന് താഴെ പിന്നോക്ക, ദലിത്, ആദിവാസി അങ്ങനെ ഒട്ടേറെ അവാന്തര വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയും
ഈ മുഴുവൻ വിഭാഗങ്ങളെയും ജനാധിപത്യത്തിലേക്ക്, അവസര സമത്വത്തിലേക്ക് ഒക്കെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണത്തിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് 1920കളുടെ ഒടുവിൽ മുതൽ ജനത എന്ന് പറയുന്ന പത്രത്തിലെഴുതുന്ന ലേഖനങ്ങൾ മുതൽ സൈമൺ കമ്മീഷൻ, വട്ടമേശ സമ്മേളനം, ഇന്ത്യ ആക്ട്, പൂന പാക്ട്, അതുപോലെ ക്യാബിനറ്റ് മിഷൻ വരുമ്പോൾ അവർക്ക് സമർപ്പിക്കുന്ന അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടക്കുന്ന ഡിബേറ്റുകൾ, അതിൻ്റെ തുടർച്ചയിൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ശേഷം ഈ ഭരണഘടന നല്ലതാണെങ്കിൽ പോലും ഭരിക്കുന്ന ആളുകൾ നല്ലതല്ലെങ്കിൽ ഈ ഭരണഘടന ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയില്ലെന്നും, അങ്ങനെ വരികയാണെങ്കിൽ ഈ ഭരണഘടന കത്തിക്കുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്നും ഒക്കെ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ എന്ന് വെച്ചാൽ ഭരണഘടനയുടെ പിതാവിന് തന്നെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ തന്നെ ഇന്ത്യൻ ഭരണഘടന കത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല എന്ന് സങ്കല്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ ഈ പറയുന്ന ഇത് പ്രത്യയശാസ്ത്രപരമായ പലതരം കെടുതികളിലൂടെ, പലതരം സങ്കീർണതകളിലൂടെയാണ് ഇന്ത്യയിലെ വിവിധ സാമുദായിക വിഭാഗങ്ങളും സാമൂഹിക വിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഈ സാമുദായിക സാമൂഹിക വിഭാഗങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, റൂളിംഗ് ക്ലാസുകൾ എന്ന് പറയുന്നതിന് പകരം റൂളിംഗ് കാസ്റ്റുകൾ എന്ന് ലോഹ്യ പറഞ്ഞതുകൊണ്ടാണ് ഈ റൂളിംഗ് കാസ്റ്റുകളാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമാണെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിലും ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതൃനിരയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പൊളിറ്റ് ബ്യൂറോയിൽ ദലിതന് ഐത്തം കൽപ്പിക്കുന്നത്. പൊളിറ്റ് ബ്യൂറോയിൽ ദലിതന് ഐത്തം കൽപ്പിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ EMS ചരിത്ര പുസ്തകം എഴുതുമ്പോൾ അയ്യങ്കാളിയെ കാണാതെ പോകുന്നതിന് കാരണമൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ലബ്ധപ്രതിഷ്ഠനായ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അംബേദ്കർക്ക് വേണ്ടി അര പേജ് നീക്കി വെക്കേണ്ടി വരുന്നതൊക്കെ തന്നെ ഈ പറയുന്ന റൂളിംഗ് കാസ്റ്റുകൾ എങ്ങനെയാണ് തങ്ങൾക്ക് കീഴെ എന്ന് ശ്രുതികളും സ്മൃതികളും ഒക്കെ നിയമം മൂലം സ്ഥാപിച്ചുറപ്പിച്ചിട്ടുള്ള സമുദായങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. അതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ആ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ സൈമൺ കമ്മീഷൻ്റെ കാലം മുതൽ സ്ഥാപിച്ചുറപ്പിച്ച ഭരണഘടനയുടെ സമസ്ത അവകാശങ്ങളെന്ന്, സമത്വത്തിന് വേണ്ടിയുള്ള വകുപ്പുകളെന്ന് ഇന്ന് ഭരണഘടനാ വിദഗ്ധന്മാർ പറയുന്ന ആർട്ടിക്കിൾ 15ഉം 16ഉം അതിലെ പ്രത്യേകിച്ച് 4ാം വകുപ്പ് ഒക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഭരണഘടനയുടെ തന്നെ സമത്വ അവകാശങ്ങൾ അട്ടിമറിച്ചിരിക്കുന്നതിന് കാരണം ഈ പറയുന്ന റൂളിംഗ് കാസ്റ്റുകൾ റൂളിംഗ് ക്ലാസുകളായി, ഇന്ത്യയിലെ റൂളിംഗ് ക്ലാസുകളായി നിലനിൽക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ഇതിനിടയിൽ ഈ റൂളിംഗ് കാസ്റ്റുകളുടെ ഈ റൂളിംഗ് കാസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ റൂളിംഗ് കാസ്റ്റുകൾക്കെതിരായിട്ട് പുതിയ റൂളിംഗ് കാസ്റ്റുകളായി വികസിക്കുമെന്ന് കരുതിയ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതികരിച്ച് അന്ന് പാർലമെൻറ്റിലുണ്ടായിരുന്ന ബഹുജൻ സമാജ് പാർട്ടിയുടെ MPമാരടക്കം ഞാൻ പറയുന്നത് അംബേദ്കറിയൻ സംവരണത്തിന് ഗുണഫലം അനുഭവിക്കുന്ന 131 SC/ST MPമാരടക്കം പാർലമെൻറ്റിൽ നിശബ്ദരായിരിക്കുമ്പോൾ നവാബിൻ്റെ പിന്തുടർച്ചക്കാരനായ, തെലങ്കാനയിലെ നവാബിൻ്റെ പിന്തുടർച്ചക്കാരനായ അസാസുദ്ദീൻ ഉവൈസിയെ പോലുള്ള ആളുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൊറാലിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി മെമ്പർ ഓഫ് പാർലമെൻറ്റിനെ അനുവദിച്ച് കിട്ടിയ സമയത്തിനകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അംബേദ്കറുടെ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ശബ്ദം ഇന്ത്യ മുഴുവൻ ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുക. അസാസുദ്ദീൻ ഉവൈസിയുടെ ശബ്ദം ഇന്ന് ഇന്ത്യ മുഴുവൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ നല്ലൊരു സമയം നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായി പ്രസംഗിച്ച് നടന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, ഐസ്ക്രീം പാർലർ കേസിൻ്റെ പശ്ചാത്തലത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രസംഗിച്ച് നടന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ വരുന്ന മാർച്ച് 16-ാം തീയതി PK കുഞ്ഞാലിക്കുട്ടിയുടെ കഴുത്തിൽ മാലയിടുക, PK കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുകയാണ്, ET മുഹമ്മദ് ബഷീറിനെ സ്വീകരിക്കുക, അസാസുദ്ദീൻ ഉവൈസിയെ തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ സ്വീകരിക്കുക. എന്താ കാര്യം? ആ ആളുകളാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ 85% വരുന്ന ആളുകളെ പ്രതികരിച്ച് ഈ ഭരണഘടന അട്ടിമറിക്കെതിരായിട്ട് മുന്നോക്ക സമുദായ സംവരണത്തിനെതിരെ നിലപാടെടുത്തത്. ബാക്കിയുള്ള മുഴുവൻ വിഭാഗങ്ങളും ഈ പറയുന്ന അപ്പർ കാസ്റ്റുകളുടെ
അപ്പർ കാസ്റ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന വിഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. ഈ അപകടം പൂന പാക്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂണൽ അവാർഡ് 1932 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന, അന്ന് ലേബർ പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് നടത്തിയ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനത്തിനെ തുടർന്ന് ആ കമ്മ്യൂണൽ അവാർഡിൻ്റെ പ്രഖ്യാപനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 4 ദിവസം ഏതാണ്ട് 21 പ്രാവശ്യം നിരാഹാര സത്യാഗ്രഹത്തിലൂടെ, ഉപവാസ സമരത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഗാന്ധി അത്ര ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഈ ദലിതരുടെ, പിന്നോക്കക്കാരുടെ, മതന്യൂനപക്ഷങ്ങളുടെ സംവരണത്തിനെതിരായിട്ടാണ്, കമ്മ്യൂണൽ അവാർഡിനെതിരായിട്ടാണ്. സിഖുകാരുടെയും മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ അടക്കം അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നായകനായ മഹാത്മാഗാന്ധിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദു മതത്തെ വിഭജിക്കുമെന്ന് കരുതിക്കൊണ്ട് ഇന്ത്യയിലെ ദലിതർക്ക് കമ്മ്യൂണൽ അവാർഡിലൂടെ, സവിശേഷമായി ഈ കമ്മ്യൂണൽ അവാർഡിലൂടെയാണ് ഇന്ത്യയിലെ ദലിതരായിട്ടുള്ള മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കുന്നത്, ഇന്ത്യയിലെ ദലിതരെ മനുഷ്യരായി പരിഗണിക്കുന്ന ഈ കമ്മ്യൂണൽ അവാർഡിലാണ്. അതിനു മുന്നേ നമുക്കറിയാം 1919 മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിൻ്റെ കാലം മുതൽ മറ്റു പല വിഭാഗങ്ങളെയും സാമൂഹ്യമായി പരിഗണിക്കപ്പെട്ടിരുന്നപ്പോൾ ഇന്ത്യയിലെ ദലിതരെ പരിഗണിച്ചിരുന്നില്ല. ആ ഇന്ത്യയിലെ ദലിതരെ പ്രത്യേകം സവിശേഷമായ അവകാശമുള്ള ഒരു വിഭാഗമായി പരിഗണിക്കപ്പെടാൻ തുടങ്ങുന്നത് കമ്മ്യൂണൽ അവാർഡ് വഴിയാണ്. ആ കമ്മ്യൂണൽ അവാർഡിനെ അട്ടിമറിച്ചുകൊണ്ട് പൂന പാക്ടിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പൊതുവായ മണ്ഡലമുണ്ടാകുന്നത്. ഈ പൊതുവായ മണ്ഡലത്തിലൂടെ വരുന്ന എംപിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുവങ്ങളായി മാറുമെന്ന് അന്ന് തന്നെ അംബേദ്കർ നിരീക്ഷിച്ചിരുന്നു. ഗാന്ധിയുടെ നിരാഹാരം നടക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം നൽകിയ അതിവിശദമായ ഒരു കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഇന്ന് നമുക്ക് അനുഭവവേദ്യമായിരിക്കണം. നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇപ്പോഴും നമ്മുടെ ആളുകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ആളുകൾ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോടതിയിൽ തള്ളിപ്പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മുടെ ഉദ്ഘാടകന് പറഞ്ഞു ഇത് കോടതിയിൽ തള്ളിപ്പോകും. എങ്ങനെയാണ് കോടതിയിൽ തള്ളിപ്പോകും? എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം 26 സുപ്രീം കോടതി ജസ്റ്റിസുമാരിൽ 23 പേരും ബ്രാഹ്മണരാണ്. അങ്ങനെ ബ്രാഹ്മണരുടെ കോടതിയിൽ, പോറ്റിയുടെ കോടതിയിൽ പുലയന് നീതി ലഭിക്കുമോ എന്ന് ഈ പറയുന്ന കെ വേണുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായിരുന്ന കവി കെ സച്ചിദാനന്ദൻ മുമ്പ് കവിത എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ പോറ്റിയുടെ കോടതിയിൽ പുലയന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് അത് നീതി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട യാതൊരു സാധ്യമല്ല. അതുമാത്രമല്ല, മറ്റു ചില ആളുകൾ പറയുന്നത് നമുക്ക് ഒന്ന് പോകാനില്ല എന്നാണ്. നമുക്കൊന്ന് പോകാനില്ലല്ലോ. നമ്മുടെ 50%, അതായത് നമ്മുടെ 50%-ൽ പോകുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 49% ഉള്ളൂ, 50% 50-ന് മുകളിൽ ആവരുത് എന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ളതുകൊണ്ട് അതിൽ 85%-ന് 49% സംവരണമാണുള്ളൂ. ഇന്ത്യയിൽ 85% വരുന്ന 85.5% വരുന്ന ആളുകൾക്ക് ഉള്ളത് 49%. പിന്നെ മെറിറ്റാണ്. ആ മെറിറ്റിലാണ് 15% ആളുകൾ, 14.5% ആളുകൾക്കാണ് ഈ മെറിറ്റ്. ആ മെറിറ്റ് 50% ആ മെറിറ്റിലേക്ക് നമുക്ക് കൂടി പ്രവേശിക്കാനുള്ള നിയമപരമായ പരിരക്ഷയുണ്ട്. ദലിതനായാലും ആദിവാസിയാണെങ്കിലും പിന്നോക്കക്കാരനാണെങ്കിലും മതന്യൂനപക്ഷമാണെങ്കിലും അവന് മെറിറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ ദലിതനും പിന്നോക്കക്കാരനും ആദിവാസിക്കും ഒക്കെ മെറിറ്റിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലത്തെ സംഘടനാ പ്രവർത്തനത്തിലൂടെ ആർജിച്ച ശേഷിയിലൂടെ SNDP യോഗം എന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘടനയെ പ്രതികരിക്കുന്ന ഈഴവ സമുദായത്തിന്, നമുക്കറിയാം OBC ലിസ്റ്റിലുള്ള ഒരു ഗതിയും പരഗതിയില്ലാത്ത സമുദായങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈഴവർക്ക് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാലത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവർ ചിലർ മെറിറ്റിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ മെറിറ്റിലേക്ക് പ്രവേശിക്കാനുള്ള പിന്നോക്കക്കാരൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും ആദിവാസിയുടെയും ദലിതിൻ്റെയും അവകാശം ഇവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. കാരണം ആ 50 ഇവന് കൂടി അവകാശപ്പെട്ടതാണ്. അവിടെ കൃത്യമായും മുന്നോക്ക സമുദായ സംവരണമാണ് നടക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ ഈ ഭരണഘടന ഭേദഗതിയിലൂടെ സംവരണം ഏർപ്പെടുന്നതില്ല. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാണ് കൃത്യമായി നിർവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ അട്ടിമറിയായി വരികയാണ്. ഞാൻ പറയുന്നത് 15-16 അനുച്ഛേദങ്ങളുടെ ഭേദഗതി മാത്രമല്ല, ഇന്ന് നിലനിൽക്കുന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ തന്നെ ഒരു അട്ടിമറി കൂടി ഈ നിയമനിർമ്മാണത്തിലൂടെ സവർണ വിഭാഗങ്ങൾ കരഗതമായിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പറയുന്ന ശബരിമല വിധി വന്നതിന് ശേഷം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും, ശബരിമല വിധി വന്നതിന് ശേഷം ശബരിമലയിലെ കഴകക്കാരൻ്റെ റോളിലാണ് ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി സംസാരിച്ചു കൊണ്ടിരുന്നത്. രമേശ് ചെന്നിത്തല ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. കാനം രാജേന്ദ്രൻ നായർ ആ
നിലപാടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള NSSൻ്റെ ആസ്ഥാനത്തിരുന്ന് G. സുകുമാരൻ നായരാണ്. ഞാൻ പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സുദീർഘമായി കേരളത്തിൽ ഒരു ബ്രാഹ്മണ മേധാവിത്വമാണോ അല്ലെങ്കിൽ നായർ മേധാവിത്വമാണോ എന്നുള്ള കാര്യം റോബിൻ ജോഫ്രിയെ പോലെയുള്ള ആളുകളൊക്കെ ഗവേഷണം നടത്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്ന നായർ മേധാവിത്വം സ്വാഭാവികമായി ഈ ബ്രാഹ്മണ വിഭാഗങ്ങളും നായർ വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്. ഇവർ തമ്മിൽ അടിച്ചിട്ടുണ്ട്. ആ അടിയാണ് ഒരുപക്ഷെ ഇന്ദുലേഖയായി നോവലായി നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ മലയാളി മെമ്മോറിയലായി നമ്മൾ വായിക്കുന്നത്. നായന്മാർ നൽകിയ ഒരു മെമ്മോറാണ്ടം മലയാളി മെമ്മോറിയലും ഈഴവർ നൽകിയ ഒരു മെമ്മോറാണ്ടം ഈഴവ മെമ്മോറിയലുമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നുവെച്ചാൽ മലയാളി എന്ന് പറഞ്ഞാൽ നായരാണ് എന്ന് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ച് സാഹിബിൻ്റെ കൂടെ മദ്രാസിൽ പോവുകയും മദ്രാസിൽ ബാരിസ്റ്റർ പരീക്ഷ പാസ്സാകുകയും ബാരിസ്റ്റർ പരീക്ഷ പാസ്സായതിനു ശേഷം മുൻസിഫുമാരായി മാറുകയും അങ്ങനെ മുൻസിഫുമാരായി മാറുകയും സ്വന്തം സമുദായത്തെ പരിഷ്കരിക്കുന്നതിനാവശ്യമായി പലതരം ബില്ലുകൾ അന്ന് നിലനിന്നിരുന്ന ഭരണകൂട സ്ഥാപനങ്ങളിൽ അവതരിപ്പിക്കുകയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത ആളുകൾ ഈ നായർ വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങളുടെ താല്പര്യ സംരക്ഷണാർത്ഥം നമ്മുടെ കേരള ഗാന്ധി കേളപ്പനടക്കമുള്ള ആളുകൾ പലവട്ടം പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? കേളപ്പനടക്കം പലതരത്തിലുള്ള സമരം. ഞാനതിൻ്റെ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഒരു ഓട്ടപ്രദർശനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ കൊളോണിയൽ ആധുനികതയുമായി സന്ധി ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികതയുമായി അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടല്ല, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടുള്ള കേരളത്തിലെ നായന്മാർ അതിജീവിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന മൂലധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർക്കൻ്റെയും മൂലധനം, കച്ചവട മൂലധനത്തിൻ്റെ കാലം മുതൽ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുകയും ആ മൂലധന താല്പര്യങ്ങൾക്ക് അനുഗുണമായ രീതിയിലുള്ള പ്രാദേശിക സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കച്ചവടമാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇടപാടുകളാവാം ഒക്കെ ചെയ്തു. കൊച്ചി മഹാരാജാവ് ലാറ്റിൻ അമേരിക്കയിലൊക്കെ സ്ത്രീകളെ കടത്തിയിരുന്നു, പെൺവാണിഭം നടത്തിയിരുന്ന ഒരു മഹാരാജാവാണ് ഈ കൊച്ചിയിലുണ്ടായിരുന്ന രാമവർമ്മ തമ്പുരാൻ. നമ്മുടെ രാമവർമ്മ തമ്പുരാൻ അവസാനം ഈ പറയുന്ന ചൊവ്വര കൊട്ടാരത്തിൽ തീപ്പെട്ട രാമവർമ്മ തമ്പുരാൻ പെൺവാണിഭം നടത്തിയിരുന്ന ഒരാളാണ്. ഇതൊക്കെ ചരിത്ര രേഖകളിലുള്ളതാണ്, കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിലുള്ള. അങ്ങനെ ഈ കൊളോണിയൽ ആധുനികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സമുദായം, ആ സമുദായം തന്നെയാണ് സിവിൽ സർവീസിൽ ബ്രാഹ്മണരുടെ ആധിപത്യം വർദ്ധിച്ചു വന്നപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഈ പറയുന്ന ഈ വലിയ തരത്തിലുള്ള സാന്ദ്രത, ബ്രാഹ്മണരുടെ സാന്ദ്രത തിരുവിതാംകൂറിൽ സിവിൽ സർവീസിലുണ്ടായിരുന്നപ്പോൾ അതിനെതിരായിട്ടാണ് കരം കൊടുക്കുന്ന ആളുകളുടെ ഒരു വലിയ സംഘം എന്ന നിലയിലാണ് ഞങ്ങൾ 5 രൂപ കരമെടുക്കുന്ന മഹാരാജാവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് മലയാളി മെമ്മോറിയൽ വരുന്നത്. അപ്പോൾ മലയാളി മെമ്മോറിയലിൻ്റെ കാലം മുതൽ അവസര സമത്വത്തിന് വേണ്ടി, സ്ഥിതി സമത്വം എന്നതിനേക്കാൾ ഉപരിയായി അവസര സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണങ്ങൾ മലയാളി സമൂഹത്തിൽ നടക്കുന്നു. ഈഴവ മെമ്മോറിയൽ ഉണ്ടാകുന്നു, നിവർത്തന പ്രക്ഷോഭണം ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഒക്കെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സംവരണം ഉണ്ടാകുന്നത്. കൊച്ചിയിൽ 36-ലും തിരുവിതാംകൂറിൽ 35-ലും അതുപോലെ തന്നെ 21-ലും 27-ലും മദ്രാസിലും ഒക്കെ നമുക്ക് സംവരണം ഉണ്ടാകുന്നുണ്ട്. ഈ സംവരണം ഒക്കെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആക്ട് 1935 ഇന്ത്യ ആക്ട് വഴി നിജപ്പെടുത്തുകയും പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് സംവരണം ഉണ്ടാകുന്നത്? സംവരണം കൊടുക്കൽ സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും പദവികളിൽ നിന്നും നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായി ഒരു സാമൂഹ്യ ജനവിഭാഗത്തെ വേദങ്ങളുടെ കാലം മുതൽ, വേദങ്ങളിലെ പുരുഷ സൂക്തം പോലെയുള്ള കൃതികൾ നിർമ്മിക്കപ്പെടുന്ന കാലം മുതൽ ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരു സാമൂഹിക വിഭാഗത്തെ അവസര സമത്വത്തിലേക്ക്, ജനാധിപത്യത്തിലേക്ക് ഇന്ത്യയിലെ മർദ്ദിതരായ മുഴുവൻ മനുഷ്യരും കടന്നു വരുന്നത് ഈ ഭരണഘടനയുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആളുകൾ ഈ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലയുറപ്പിക്കേണ്ടതാണ്. അതല്ലാതെ ഈ ഭരണഘടനയുടെ ഉള്ളടക്കത്തിലുള്ള വിശദാംശങ്ങൾ നമുക്കറിയാം. ഈ ഭരണഘടനയുടെ ഭേദഗതികൾ 124-ാമത്തെ ഭേദഗതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഈ ഭേദഗതികൾ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യയിൽ കരമടക്കുന്ന 23% ആളുകളാണ്. ഇന്ത്യയിലെ 100% പ്രതികരിക്കുന്ന ആളുകളല്ല ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. കരമടക്കുന്ന വോട്ടവകാശമുള്ള 21% ആളുകളാണ്. പക്ഷേ അത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഒരു ഭരണഘടനയായി പരിവർത്തനപ്പെടുകയും ഈ ഭരണഘടന അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക് ദേശീയതയുടെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് അന്തർവഹിക്കുന്നുണ്ടെങ്കിൽ പോലും
ഇന്ത്യക്കാർ എന്ന ഒരു അവബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലേക്ക്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതിനു ശേഷം. അതിനു മുമ്പ് സമത്വമില്ല, സാഹോദര്യമില്ല, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളേ ഇല്ല. അപ്പോൾ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ നമ്മൾ പറയുന്ന ഭൂഷാ ജനാധിപത്യ വിപ്ലവം എന്ന് കമ്മ്യൂണിസ്റ്റുകാരാൽ ഇപ്പോഴും അധിക്ഷേപിക്കപ്പെടുന്ന അതിൻ്റെ സങ്കല്പങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയുടെ അന്തർധാരയായി നിലയുറപ്പിച്ചിട്ടുള്ളത്. സമത്വത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച് ജ്ഞാനോദയ കാലം ലോകത്തിന് സംഭാവന ചെയ്ത ആശയവലികളുടെ അടിസ്ഥാനത്തിൽ ശ്രുതികളും സ്മൃതികളും ഒക്കെ അരങ്ങ് ഭരിച്ചിരുന്ന ഒരു നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ സ്ഫുരണമെന്ന നിലയിലാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കണ്ടാൽ മതി. ഇതിന് വിരുദ്ധമായി സങ്കല്പിച്ചിരുന്ന ആളുകളുടെ ഭരണഘടനയും പരിപാടിയും ഒക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ ആയിക്കഴിഞ്ഞ കാര്യം KV ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടന തിരുത്തേണ്ടതുണ്ടെങ്കിൽ ജനാധിപത്യപരമായ സംവിധാനങ്ങളിലൂടെ തിരുത്താവുന്നതാണ്, ഭേദഗതി ചെയ്യാവുന്നതാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമപരമായ സാധ്യതകളും ഭരണഘടനയ്ക്കകത്തുണ്ട്. ഇതൊരു ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അങ്ങനെ ജനാധിപത്യപരമായി നടക്കേണ്ട ഒരു പ്രോസസ്സിനെ ഏകാധിപത്യപരമായി സാമുദായിക താല്പര്യ അടിസ്ഥാനത്തിൽ, ബ്രാഹ്മണ താല്പര്യം അനുസരിച്ച് ഒക്കെ ഉള്ള തരത്തിലുള്ള ഭേദഗതിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിലെ മർദ്ദിതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടനയാണ് അവർക്ക് വിമോചനത്തിൻ്റെ പൊൻവെളിച്ചം കൊണ്ടുവന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെ പൗരരായി പരിഗണിച്ചത് ഈ ഭരണഘടനയാണ്. ഈ ഭരണഘടന അടിസ്ഥാനത്തിലാണ് ഈ ഭരണഘടന ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്രയും നേരം വളരെ സ്പീഡിൽ സംസാരിക്കാൻ കഴിഞ്ഞത്. കാരണം ഈ ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ ശൂദ്രമക്ഷര സംയുക്തം ദൂരതെ പരിവർജയിൽ എന്ന സങ്കല്പമാണ് ഈ നാട് ഭരിച്ചിരുന്നത്. അപ്പോൾ ആ സങ്കല്പത്തെ പൊളിച്ചത്, മനുസ്മൃതിയുടെ സങ്കല്പത്തെ പൊളിച്ചത് ഈ ഭരണഘടനയാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രവുമായി പരിശോധിക്കുമ്പോൾ, ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകളുടെ ചരിത്രവുമായി പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നമ്മൾ പരിഗണിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ അഡ്വക്കേറ്റ് KS മധുസൂദനെ പോലെയുള്ള പരിണതപ്രജ്ഞരായ, കമാൽ പാഷയെ പോലെയുള്ള പരിണതപ്രജ്ഞരായ നിയമജ്ഞന്മാർ കൂടിയിരുന്ന് ഭേദഗതി വരുത്തിക്കോട്ടെ. നമുക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഈ ഭരണഘടനയെ ഉപജീവിച്ചുകൊണ്ടാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞത്, അല്ലെങ്കിൽ ഭാര്യയുടെ ലൈംഗികാവകാശത്തെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞത്, അല്ലെങ്കിൽ സ്ത്രീയുടെ ലൈംഗികാവകാശത്തെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞത്. നമുക്കറിയാം ഈ സുപ്രീം കോടതി തന്നെ എപ്പോഴും ഭരണഘടനാനുസൃതമായിട്ടുള്ള ഉത്തരവുകളാണോ പുറപ്പെടുവിച്ചത്? അല്ല. 1985 നമ്മൾ ജസ്റ്റിസ് കഡ്ജു പിന്നോക്കക്കാരുടെ മാത്രമല്ല പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെയും സംവരണം 10 വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. 1985 അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റുണ്ടോ? നമുക്കറിയാം ഇന്ദിരാ സാഹിനി കേസിനെ കുറിച്ച് പറയണ്ടായി. ഇന്ത്യയിലെ മർദ്ദിതരായ വിഭാഗങ്ങൾക്ക് സാമുദായിക സംവരണം 52% വരുന്ന പിന്നോക്ക ജാതിക്കാർക്ക് സിവിൽ സർവീസിൽ സുപ്രീം കോടതിയെ പേടിച്ച് 27% സംവരണം പ്രഖ്യാപിച്ച VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ VP സിംഗിന് പോലും ഇന്ത്യയിലെ 15% വരുന്ന സവർണാധിപത്യ ശക്തികൾ ഇന്ത്യൻ നഗരങ്ങളും ഇന്ത്യയിലെ വൻ കലാലയങ്ങളും കീഴടക്കി അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകൾ, KV ഒക്കെ നേരത്തെ ഉദാത്തനായ മനുഷ്യൻ എന്ന രീതിയിൽ എഴുതി പൊലിപ്പിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകൾ ആത്മാഹൂതി അടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണ യൗവനം, ഇന്ത്യയിലെ സവർണ യൗവനം അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ VP സിംഗിനെ പോലെ, ലോകേ സോഷ്യലിസ്റ്റായ VP സിംഗിനെ പോലെയുള്ള ആളുകൾക്ക് പോലും 5-10 സാമ്പത്തിക സംവരണം എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. മുന്നോക്ക സമുദായക്കാർക്ക് 5-10 സാമ്പത്തിക സംവരണം എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അതിനുശേഷം നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഈ പറയുന്ന സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. ഇന്ദിരാ സാഹിനി കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചു നോക്കൂ. ആ ജഡ്ജ്മെൻറ്റ് പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് അല്ലാതെ ഇവർക്ക് കൊടുക്കരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ടതാണ്. അതിന് നിലവിലുള്ള ഭരണഘടന കൊണ്ട് കഴിയില്ല. ഭരണഘടന ഭേദഗതി വേണമെന്നാണ് പറയുന്നത്. ഇവിടെ ദേവസ്വം ബോർഡിൽ മുന്നോക്ക സമുദായക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം ഈ ഭരണഘടന അട്ടിമറി വന്നതിന് ശേഷം ഗുജറാത്തിലാണ് ഇത് ആദ്യമായി നടപ്പിലാക്കിയെന്ന് അവർ അവകാശപ്പെടുമ്പോൾ, ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. നമുക്കറിയാം ദേവസ്വം ബോർഡിൽ 99% സവർണരാൽ
പരമായ എല്ലാ തരത്തിലുള്ള അധികാരാവകാശങ്ങളും കൈവശം വെച്ചിരിക്കുന്ന സവർണർ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഈ ദേവസ്വം ബോർഡിൽ 10% മുന്നോക്ക സമുദായക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ മട്ടിൽ നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന് ധൈര്യമുണ്ടോ? BJPയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ആ പ്രസംഗത്തിൽ അത് വെല്ലുവിളിച്ചു. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോൾ ഇവർ നിശബ്ദരാകുന്നു. രാജേഷിനെ പോലെയുള്ള ആളുകൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ എതിർത്തില്ലല്ലോ എന്നാണ്. ഞങ്ങൾ അതിനെ എതിർത്തില്ല, അവർ പിന്തുണച്ചു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ 1957 ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ, ഇപ്പോൾ VS അച്യുതാനന്ദനാണെങ്കിൽ അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ ഈ പറയുന്ന മെറിറ്റിനെ കുറിച്ചുള്ള സങ്കല്പം, സാമുദായിക സംവരണത്തിനെതിരായിട്ടുള്ള സങ്കല്പം, ബ്രാഹ്മണ്യ സങ്കല്പം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കാർന്നു തിന്നുകയാണ്. അത് തിരിച്ചറിയാൻ ഈ പ്രസ്ഥാനത്തിനകത്ത് വന്ന പിന്നോക്കക്കാരനോ മതന്യൂനപക്ഷത്തിനോ ദലിതനോ ആദിവാസിക്കോ കഴിയേണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണരുടെ അതീശ വ്യവഹാരം EMS ആണ് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക സംവരണം എന്നുള്ള പ്രയോഗം നടത്തുന്നത്. സാമ്പത്തിക സംവരണത്തിൻ്റെ എക്കാലത്തെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാലത്ത് അതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ പാർട്ടി തൃശ്ശൂരിൽ നടന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തള്ളിക്കളഞ്ഞ ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അദ്ദേഹം വീണ്ടും എടുത്തിടുകയും വളരെ വൈകിയാണെങ്കിലും അദ്ദേഹം കൃതാർത്ഥനായിരിക്കുന്നു, എൻ്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരും അത് ചോദ്യം ചെയ്യേണ്ടല്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിടികൂടിയിരിക്കുന്ന ഈ റൂളിംഗ് കാസ്റ്റുകൾ അവർ തന്നെയാണ് റൂളിംഗ് ക്ലാസുകളായി ഇന്ത്യൻ നിലനിൽക്കുന്നത്. ഇത് മറിച്ചിടാതെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് കൂടി ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണഘടനയുടെ നിയമപരമായ അവകാശങ്ങളുടെ ഗുണഭോക്താക്കളായ ദലിതരും പിന്നോക്കക്കാരും മതന്യൂനപക്ഷങ്ങളും ഒക്കെ ഇന്ത്യയിലെ 15% പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കഴിയണം. ചർച്ചാ സെമിനാറുകൾ ഒന്നും ദലിതരുടെയും പിന്നോക്കക്കാരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ പേരിൽ ഉണ്ടായിരുന്ന വിഭജൻ സമാജ് പാർട്ടിയും SP അടക്കമുള്ള ആളുകൾ ഒക്കെ തന്നെ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന മുദ്രാവാക്യം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് കാലത്തിന് ശേഷം ഇവരൊക്കെ തന്നെ ഔപചാരികമായി, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഇക്വേഷൻ അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇവർ ഈ നിലപാട് സ്വീകരിക്കുന്നത്. നമ്മളെ പ്രതികരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ശബ്ദമില്ല, നമ്മളെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. ഇന്ത്യയിലെ മർദ്ദിതരായ മനുഷ്യരെ പ്രതികരിക്കുന്ന സവർണാധിപത്യത്തിന്, ഈ സവർണാധിപത്യത്തിൻ്റെ ആളുകൾ, ഈ ബനിയ എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എന്നൊക്കെ മാർക്സിസ്റ്റ് രീതിയിൽ പറയുന്നത്. കോർപ്പറേറ്റുകൾ, കുത്തകൾ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ബനിയ, ക്ഷത്രിയ, കായസ്ഥ, രജപുത്ര എന്ന് പറയുന്ന സമുദായങ്ങളെയാണ് നമ്മൾ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്. ആ ആടയാഭരണങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയാൽ ഇവരൊക്കെ തന്നെ ബ്രാഹ്മണ്യ സവർണ ജാതികളാണെന്നും അവരുടെ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതും അതിന് വിരുദ്ധമായി ദലിതരുടെയും പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒരു സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് അങ്ങനെ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്. അതല്ലാതെ ഒരു മാർഗവും നമ്മുടെ മുന്നിൽ ചരിത്രം അവശേഷിപ്പിച്ചിട്ടില്ല. അത്തരം ഇതിലേക്ക് അംബേദ്കറിസം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ മാത്രമല്ലെന്നും ILP രൂപീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ ലേബർ പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ടും, ജനത പോലെയുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടും, ഈ പറയുന്ന അനുനയിപ്പിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട്, ബ്രിട്ടീഷുകാരുമായി ചർച്ച നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായി സമരം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഡിസ്കോഴ്സുകൾ ഇന്ത്യൻ സമൂഹത്തിനകത്ത് നിരവധി വ്യവഹാരങ്ങൾ അംബേദ്കർ രൂപീകരിച്ചുകൊണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യവഹാരമാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും ആ നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന നിലനിർത്തുന്നതിനാവശ്യമായ ഒരു പ്രസ്ഥാന രൂപീകരണത്തിലേക്ക് ഇത്തരം ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നയിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഭകളുടെ ഒരു സദസ്സിൽ ഒരുപക്ഷെ ആശാന്മാർ എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന ആളുകളുടെ സദസ്സ് ഇത്രയും നേരം അവരുടെ മുന്നിൽ പേടികൂടാതെ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസത്തോടുകൂടി എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.